മലപ്പുറത്തേക്കൊന്ന് പോവുകയാണ്. അവിടെ അനുമോദുണ്ട്. അനുമോദ, നമ്മൾ കൊച്ചിയിലൊരു കാഴ്ച കണ്ടു. കൊച്ചി തകർക്കുകയാണ് ക്രിസ്മസ്. അതോടൊപ്പം അതുപോലെ തന്നെ നമ്മൾ മലബാർ മേഖല എപ്പോഴും ആഘോഷങ്ങൾക്ക് പിന്നോട്ടല്ല, എപ്പോഴും ആഘോഷങ്ങൾക്ക് ഒരുപടി മുന്നിൽ എപ്പോഴും മലബാർ മേഖല തന്നെയാണ് എന്ന് പറയാം. എന്താണ് മലപ്പുറത്തെ ഒരു കാഴ്ച? ഇങ്ങ് തിരുവനന്തപുരം ആണെങ്കിലും കൊച്ചി ആണെങ്കിലും ലൈറ്റുകൾ കൊണ്ട് വർണ്ണാഭമാണ്. എവിടെ നോക്കിയാലും ലൈറ്റുകളാണ്. ആഘോഷത്തെ വരവേൽക്കാൻ ഇപ്പോൾ ലൈറ്റുകൾ കഴിഞ്ഞിട്ടുള്ളൂ. മലപ്പുറത്തെ ഒരു സാഹചര്യം എന്താണ്? എല്ലാവരും വലിയ ക്രിസ്മസ് ആഘോഷത്തിലാണ് എന്നറിയാം. എന്തായാലും തിരുപ്പിറവിക്കുള്ള കാത്തിരിപ്പായിരിക്കുമല്ലേ അനുമോദ് അവിടെ? ലോകമെങ്ങും ക്രിസ്തുമസിൻ്റെ ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. എല്ലാവരും തിരുപ്പിറവിയുടെ ആ സുദിനത്തിൻ്റെ ആ ഒരു സന്തോഷത്തിലാണുള്ളത്. നമ്മളിപ്പോഴുള്ളത് അങ്ങാടിപ്പുറം പരിയാപുരത്താണ്. ഇവിടെ ഫാത്തിമ മാതാ ഫെറോന ചർച്ചിലാണുള്ളത്. വലിയ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ കരോൾ സംഘത്തിൻ്റെ പ്രത്യേക ആഘോഷങ്ങൾ നടന്നു കഴിഞ്ഞു. ഇപ്പം നമ്മോടൊപ്പം ഇവിടുത്തെ പിതാവും അതേപോലെ ഇടവകയിലുള്ളവരൊക്കെ ചേരുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസ്. അതെ, എന്താണ് ഈ ക്രിസ്മസിന് പങ്കുവയ്ക്കാനുള്ള സന്ദേശം? ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഞങ്ങൾ മരിയാപുരംകാരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇത് മരിയാപുരം ഇടവകക്കാരുടെ മാത്രമല്ല, ഈ നാടിൻ്റെ തന്നെ ഒരു സന്തോഷമായി ഉത്സവമായിട്ടാണ് ഞങ്ങളിത് ആഘോഷിക്കുന്നത്. ക്രിസ്മസ് വലിയ പ്രതീക്ഷയുടെ ദിനങ്ങളാണല്ലോ ക്രിസ്മസിൽ നമ്മുടെ ചിന്തയിലുള്ളത്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളാണേലും മാധ്യമക്കാരും മീഡിയക്കാരും വരുന്നു. ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. പിള്ളേരുടെ സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മുടെ പാട്ടിലും ഡാൻസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പല ഗ്രൂപ്പുകളായി പല സെക്ഷനായിട്ടായിരുന്നു ഓരോരോ പ്രോഗ്രാം നടന്നത്. ഇനി ഒരു 9 മണിയാകുമ്പോഴത്തേനും ഞങ്ങളടുത്ത് മത്സരം തുടങ്ങുകയാണ്, കരോൾ ഗാന മത്സരം. അതിനുശേഷം പപ്പ മത്സരമുണ്ട്. ഇനി അതിനുശേഷമാണ് ഞങ്ങളുടെ ഈ പിറവിയുടെ തിരുനാളിൽ അതിൻ്റെ ആഘോഷങ്ങളും പള്ളിയിലെ കാര്യങ്ങളൊക്കെ മധുര കുർബാന അടക്കമുള്ളതൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. സത്യത്തിൽ നമ്മൾ ഈ വഴി പോകുമ്പോൾ അത്രയധികം മനോഹരമായിട്ടാണ്, ദീപാലങ്കൃതമായിട്ടാണ് ഈ പള്ളിയും അങ്കണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. സത്യത്തിൽ ഈ ഇടവകയുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷം കൂടിയല്ലേ? തീർച്ചയായിട്ടും. ഇത് എനിക്ക് പറയാൻ കഴിയുന്നത് ഡിസംബർ 1-ാം തീയതി മുതൽ ആരംഭിച്ചതാണ്. എല്ലാ ഏജിലുമുള്ള കുഞ്ഞു പിള്ളേരടക്കം മുതിർന്നവർ ക്രിസ്മസിൻ്റെ പുൽക്കൂടായി ഇത്രയും വലിയ പള്ളി എത്രയും നന്നായിട്ട് ഇത് അലങ്കരിക്കാൻ സാധിക്കുക, എത്രയും മനോഹരമാക്കിയത് ഈ ഇടവക്കാരെല്ലാവരുടെ കൂടിയാണ്. 1-2 പേരല്ല. അതിന് നേതൃത്വം നൽകാനായിട്ട് നാടിൻ്റെ മൊത്തം ആഘോഷമാണ്. ഞങ്ങളുടെ കൈക്കാരന്മാർ അത് ലീഡ് ചെയ്തു. പിന്നെ ഓരോ ഗ്രൂപ്പ് അവർക്ക് അവരുടേതായ ലീഡേഴ്സ് ഉണ്ട്. എല്ലാവരും ഏറ്റവും ഭംഗിയായിട്ട് ജോയിൻ ചെയ്തു. ഏറ്റവും മനോഹരമാക്കാൻ എല്ലാവരുടെയും സഹകരണം ഇതിനകത്തുണ്ട്. പക്ഷേ അപ്പോൾ നാടൊന്നിക്കുകയാണല്ലോ ഇവിടെ. തീർച്ചയായിട്ടും പരിയാപുരം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 8 പതിറ്റാണ്ടിൻ്റെ കുടിയേറ്റ ചരിത്രമുണ്ട്. അപ്പോൾ ക്രൈസ്തവർ മാത്രമല്ല, ക്രൈസ്തവരെല്ലാവരും ഒരു സാഹോദര്യത്തിൻ്റെ ആഘോഷമാണ് ഇവിടെ പരിയാപുരത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ 1-ാം തീയതി മുതൽ ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങുകയാണ്. ഇത് നോമ്പ് ആചരണം കൂടിയാണ്. ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയാണ് നോമ്പ് വീടുന്നത്. അപ്പോൾ വീട്ടിലെ ഏറ്റവും സമൃദ്ധമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ ക്രൈസ്തവ ഭവനങ്ങൾ മാത്രമല്ല. ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കേക്കൊക്കെ നമ്മുടെ അയൽ വീടുകളിലേക്കെല്ലാം കൊടുക്കുന്ന ഒരു മനോഹരമായ ഒരു സങ്കല്പമാണ്. അപ്പോൾ നാട്ടിലെല്ലാവർക്കും ക്രിസ്മസ് എന്നുള്ള ഒരു സന്ദേശമാണ്. ഉണ്ണിയേശു ഏറ്റവും പാവപ്പെട്ടവനായി ഈ ഭൂമിയിൽ കാലിത്തൊഴുത്തിൽ പിറന്നു വീണു. ആ ഓർമ്മ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആഘോഷമാണ് ഈ കാണുന്നതെല്ലാം. കരോളുണ്ട്, സാന്റയുണ്ട് അല്ലേ? അങ്ങനെ എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന എല്ലാ ആഘോഷങ്ങളും അല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ട്രീ എന്ന പ്രോഗ്രാം നമ്മുടെ ഈ പള്ളിയിലെ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ക്രിസ്മസ് ട്രീ, അത് ഭയങ്കര ആകർഷകമായ ഒരു പരിപാടിയാണ്. കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ ധാരാളം ലഭിക്കും. അതുപോലെ ഈ ചെറിയ പ്രദക്ഷിണം ഉണ്ടാവും ഈ മുറ്റത്തുകൂടി. അതുപോലെ നമ്മുടെ പുൽക്കൂട് കാണാം, അതിമനോഹരമായ നമ്മുടെ യുവാക്കളും നേതൃത്വത്തിൽ ഏകദേശം 10-20 ദിവസമായിട്ട് അവരതിൻ്റെ പണിപ്പുരയിലായിരുന്നു. അതുപോലെ ഇടവകയിലെ ട്രസ്റ്റുമാർ, അതുപോലെ ബാക്കിയുള്ള പാരിഷ് കൗൺസിൽ, വിവിധ സംഘടനകൾ, മിഷൻ ലീഗ്, KCYM, പിതൃവേദി, മാതൃവേദി, വിൻസെൻ്റ് പോൾ, അങ്ങനെ എല്ലാ സംഘടനകളും, നമ്മുടെ സിസ്റ്റേഴ്സ്, ഇവരുടെ എല്ലാം ഏകോപനത്തിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനുണ്ട്, കൊച്ചനുണ്ട്, ഇവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ ദേവാലയം ക്രിസ്മസിനായിട്ട് എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങളെല്ലാം അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പ്രായഭേദമന്യുള്ള ആഘോഷമാണല്ലോ. എങ്ങനെയാണ് ഇവിടുത്തെ മുൻകാലത്തെ ഒരു ആഘോഷം? ഇങ്ങനെയല്ല, തുടക്കത്തിലൊന്നും ഈ പുൽക്കൂടൊന്നും അങ്ങനെ ഉണ്ടാകുകയില്ലായിരുന്നു. ചെറിയത് 10-25 വർഷം മുമ്പുള്ളതല്ലേ. അപ്പം അതിൻ്റെ ആ പുരോഗതി അനുസരിച്ച് മാറിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ വരെ എത്തി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ.
സത്യത്തിൽ ഒരു 5 വർഷത്തിന് മുമ്പാണല്ലോ ഈ പള്ളിയൊക്കെ ഇങ്ങനെ വലിയ അതെ 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 അതിനുശേഷമാണ് ഈ ആഘോഷങ്ങളെല്ലാം ഒന്നുകൂടെ ഇതാക്കിയത്. ഇതിപ്പോ ഇവിടെ സ്ഥിരമുള്ളതാണല്ലോ ഈ നിർമ്മാണമൊക്കെ അല്ലേ? അതെ അതെ തീർച്ചയായും ഇതെല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ്. അതിൽ നമുക്ക് കന്യാമറിയത്തിന്റെ രൂപം കാണാം. അതെ അതെ അത് ഗ്രോട്ടായാണ്. അത് എല്ലാ ഇത് ഈ പള്ളി വെഞ്ചരിച്ച ആ സമയത്ത് തന്നെ അത് റെഡിയാക്കി തന്നെ ഒരു 4-5 വർഷം മുമ്പാണ്. തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സന്തോഷമായിട്ട് പോകുന്ന ആൾക്കാർ. മാതാവ് ഫ്രാൻസിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത് കോൺക്രീറ്റിലാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കോൺക്രീറ്റ് പാറയല്ല. പക്ഷെ നല്ല നിർമ്മാണമാണ്. പെട്ടെന്ന് പാറയാണ് തോന്നുന്നു. നല്ല ആർക്കിടെക്ട് ആയിരുന്നു പണിയെടുത്തത്. അതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. നമുക്ക് ദൃശ്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം. ഇവിടെ മനോഹരമായിട്ട് ഒരു കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു പാറക്കെട്ടിനുള്ളിൽ ഉണ്ടാക്കിയ പോലത്തെ ഒരു രൂപമാണ് ഇവിടുത്തെ. അവിടെ എല്ലാം നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പല തരത്തിലുള്ള പല നിറത്തിലുള്ള നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നു. ആകാശത്തും ഭൂമിയിലും ഒരേപോലെ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന രാത്രി എന്നൊക്കെ നമ്മൾ ക്രിസ്മസിനെ പറയുന്നുണ്ടല്ലോ. അതാ ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത്ര മനോഹരമായിട്ടാണ്. നോക്കൂ, ഇവിടെ ഈ കേവിനുള്ളിൽ, കോൺക്രീറ്റ് കേവിനുള്ളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. താഴത്തെ പുൽമേടിൽ മഞ്ഞ വെളിച്ചം, നമ്മൾ ഈ പാട്ടിലൊക്കെ മഞ്ഞ വെളിച്ചം എന്നൊക്കെ പറയുന്ന പോലെ മഞ്ഞ നക്ഷത്രങ്ങൾ തിളങ്ങുന്നു. അപ്പുറത്ത് വലിയ ഒരു രൂപങ്ങളൊക്കെ നിർമ്മിക്കും. ഭയങ്കരമായിട്ട് ആഘോഷമാണ്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വേറെയാണ്. ചേട്ടാ, എന്തൊക്കെയാണ് ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്? നന്നായിട്ട് പോകുന്നു. ക്രിസ്മസ് വളരെ പഴയതിന് വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. പിന്നെ പുൽക്കൂട് വളരെ ഗംഭീരമാണ്. പക്ഷെ നമുക്ക് ലൈറ്റൊക്കെ ഇടണമെങ്കിൽ അത് പിറവിയുടെ നമ്മുടെ ക്യാമറ ലൈറ്റിൽ കാണിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് പുൽക്കൂടൊന്ന് കണ്ടോക്കാം. സത്യത്തിൽ ഇത് ഭയങ്കര രസമുണ്ടല്ലോ അല്ലേ? ഈ ലൈറ്റൊക്കെ എല്ലാ വർഷവും ഉള്ളതാണ്. എല്ലാ വർഷവും ഉള്ളതാണ്. പിന്നെ ഇപ്രാവശ്യം കുറച്ചുകൂടെ ലൈറ്റൊക്കെ കൂടുതലുണ്ട്. പല നിറത്തിലുള്ളത് മൊത്തത്തിൽ വഴിയും കൂടെ കൂട്ടിയതാണ്. ഇപ്പൊ നമുക്ക് ഇപ്രാവശ്യം പുൽക്കൂടൊന്ന് പോയി നോക്കാം. അതിന്റെ വെളിച്ചത്തിലൊന്ന് ശ്രദ്ധിക്കാം. അതെ അതെ, നമ്മുടെ ഇവിടെയാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പുൽക്കൂടിലെ വെളിച്ചങ്ങൾ ഒക്കെ ഈ പാതിര കുർബാനയ്ക്ക് ശേഷമാണ് അല്ലേ? അതെ അതെ അതെ, പിറവിയുടെ സമയത്ത് പോകണം. തിരുപ്പിറവിയുടെ ആ സമയത്ത് മാത്രമേ ഓൺ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മുടെ ക്യാമറ ലൈറ്റിൽ ഈ പുൽക്കൂടും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ആഹാ, നോക്കൂ, യേശുവിൻ്റെ പിറവിയുടെ സന്ദേശവുമായി വരുന്ന രാജാക്കന്മാരുടെ അവിടെ കുമ്പിട്ട് നിൽക്കുന്നു. എന്തൊക്കെയാണ് ഒന്ന് പറയൂ. സ്വർണം, മീറ, കുന്തിരിക്കം. ഓരോ രാജാക്കന്മാർ അവരവരുടെ നാട്ടിൽ നിന്ന് അവരെ ബഹുമാനിക്കാൻ വേണ്ടി, ഈശോയെ ബഹുമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. നമുക്ക് ക്യാമറ കുറച്ചും കൂടി തിരിച്ച് ഉണ്ണിയേശോയുടെ ആ പ്രതിമ അല്ലെങ്കിൽ അതിന്റെ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അതവിടെ ഉണ്ണിയേശു കിടക്കുന്നു അല്ലേ? അതെ അതെ, അത് ഒരു കവലോട്ട് മൂടും. വളരെ ഇതിനു വേണ്ടി മാത്രം ഇത് നമ്മൾ നിർമ്മിക്കുന്നതാണ് അല്ലേ? അതെ, ഈ വർഷത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട. അതെ, ഓരോ വർഷവും ഇങ്ങനെ തന്നെയാണ്. ഒന്നിനൊന്ന് മെച്ചമായിട്ട് വരും. ചെമ്മരിയാടുകളും പശുക്കുട്ടികളും ഒട്ടകവും അങ്ങനെ വളരെ മനോഹരമായി. ഇതൊക്കെ നമുക്ക് ഇനി തിരുപ്പിറവിക്ക് ശേഷം ആ വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കിയാൽ മാത്രമാണ് അതിൻ്റെ ഒരു ഭംഗിയിലെത്തുക അല്ലേ? അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച. നമ്മൾ മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ അങ്ങാടിപ്പുറം പരിയാപുരം. അവിടുത്തെ ഒരു മനോഹരമായ ഈ ക്രിസ്മസിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇത് കൂടുതൽ മനോഹരമാകും കുറച്ചുകൂടി കഴിഞ്ഞാൽ, കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ. തിരുപ്പിറവിയുടെ സമയത്ത് ഈ വെളിച്ചം മുഴുവനെല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി മനോഹരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും ഈ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തുടരും. തിരുപ്പിറവിയുടെ വിശേഷങ്ങൾ, ഈ ഒരു സുദിനത്തിൻ്റെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഒക്കെ നമ്മൾ വരും മണിക്കൂറുകളിലും പങ്കുവയ്ക്കും. അങ്ങാടിപ്പുറം പരിയാപുരത്ത് ഫാത്തിമ മാതാ ഫെറോന ചർച്ചിൽ നിന്നാണ് ഈ വിശേഷങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതാണ് മലപ്പുറത്തെ കാഴ്ചകളാണ്, വിശേഷങ്ങളാണ് അനുമോദ് പങ്കുവെച്ചത്. എന്തായാലും ലോകരക്ഷകന്റെ തിരുപ്പിറവിക്കുള്ള കാത്തിരിപ്പാണ്. അതിനായി നാടും നഗരവും പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീകളും തോരണങ്ങളും പുൽക്കൂടുകളും ഒക്കെയായി നാടും നഗരവും ആ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിനായുള്ള കാത്തിരിപ്പാണ്. പൂർണ്ണമായും ക്രിസ്മസ് വൈബിലേക്ക് നാടും നഗരവും ഒക്കെ എത്തിയിട്ടുണ്ട്. വിവിധ തരം ക്രിസ്മസ് കേക്കുകളടക്കം വിപണിയിൽ സജീവമായി. അങ്ങനെ
അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും